പക്ഷേ ഞാനൊരു കാര്യം ഉണർത്തുകയാണ്. കഴിഞ്ഞ റംളാൻ 3-ാമത്തെ വ്യാഴാഴ്ച ഞാൻ റാസൽ ഖൈമയിൽ ഇരിക്കുമ്പോൾ എന്നോട് യാസർ കാളാടെന്ന ചെറുപ്പക്കാരൻ മറ്റൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിച്ചു, സുഖവിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇയാൾ നിങ്ങളെ വല്ലാതെ തെറി പറയുന്ന ആളാണ്, നിങ്ങളെപ്പോഴും ബദരീങ്ങളെ എന്ന് പറഞ്ഞ് വിളിച്ചാർക്കുന്ന ആളാണ്, നിങ്ങളെക്കുറിച്ച് സംശയമുണ്ട് എന്ന് പറഞ്ഞു. ചോദിക്കാൻ പറ്റുമെന്ന് വെച്ച്. വളരെ സന്തോഷം, ചോദിച്ചാൽ വളരെ സന്തോഷം. വന്നു അയാൾ ചോദിച്ചു, നിങ്ങൾ ഈ ബദരീങ്ങളെന്ന് വിളിച്ചാൽ ആർക്കും ഉണ്ടാക്കാറുണ്ടല്ലോ വെച്ച്. ഞാൻ പറയാം, എൻ്റെ വിശ്വാസം എനിക്ക് സ്വന്തമായൊരു കഴിവുമില്ല, എൻ്റെ ഉമ്മക്ക് സ്വന്തമായൊരു കഴിവുമില്ല, എൻ്റെ ഉപ്പക്ക് സ്വന്തമായൊരു കഴിവുമില്ല, എൻ്റെ ഡോക്ടർക്ക് സ്വന്തമായൊരു കഴിവുമില്ല, മുഹ്യിദ്ദീൻ ഷേഖിന് സ്വന്തമായൊരു കഴിവുമില്ല, ബദരീങ്ങൾക്ക് സ്വന്തമായൊരു കഴിവുമില്ല, മുത്തു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വന്തമായി ഒരു കഴിവുമില്ല. അല്ലാഹു തആലക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന് 100% വിശ്വസിക്കുന്നവനാണ്, അത് പറയുന്നവനാണ്, അത് പ്രചരിപ്പിക്കുന്നവനാണ്. പക്ഷേ എനിക്ക് അസഹ്യമായ അസ്വസ്ഥതകൾ, വയറുവേദന, മറ്റു വേദന വരുമ്പോൾ ഡമ്മേന്ന് ഞാൻ വല്ലാതെ വിളിച്ച ആർക്കാരൊക്കെ ഉണ്ട്, നിങ്ങളും ചെയ്യാറില്ലേ എന്ന് ചോദിച്ചു. മേന്ന് വിളിക്കാറില്ലേ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അത് ഭൗതിക കഴിവല്ലേ, ഇവിടെ ഭൗതിക കഴിവല്ല വിഷയം, ഇവിടെ അഭൗതിക കഴിവാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്കറിയില്ലേ കോഴിക്കോട്ടെ ഏറ്റവും വലിയ പ്രമുഖനായ കാർഡിയോളജിസ്റ്റ്, ആദ്യത്തെ കാർഡിയോളജിസ്റ്റ്, തലപ്പാവുകാരൊക്കെ ഉളമ്പാറയിലേക്ക് അയക്കണം എന്ന് പറഞ്ഞ കാർഡിയോളജിസ്റ്റ്, 52-ാമത്തെ വയസ്സിൽ കോഴിക്കോട് പടിഞ്ഞാറ്റുമുറിക്കാരനായ സെയ്തുവാക്ക വന്നിട്ട് ഹാർട്ട് പേഷ്യൻ്റ് വന്നപ്പോൾ നിങ്ങൾ പേടിക്കണ്ട, 25 കൊല്ലം കഴിഞ്ഞേ മരിക്കൂ എന്ന് പറയലും ഈ ഡോക്ടർ കാർഡിയോളജിസ്റ്റ് പേന വലതു ഭാഗത്തേക്കും ഇദ്ദേഹം ഇടതു ഭാഗത്തേക്കും വീണ് മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക കഴിവാണോ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അദ്ദേഹത്തിന് അത് ഹാർട്ട് ചികിത്സ അദ്ദേഹത്തിന് അഭൗതിക കഴിവാണ്, നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഭൗതിക കഴിവല്ലേ. ആ ഭൗതിക കഴിവ് അദ്ദേഹത്തിൻ്റെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ സുഖപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയണ്ടേ? എല്ലാ ലോകത്താദ്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ആദ്യത്തെ കാർഡിയോളജിസ്റ്റ് സൗത്ത് ആഫ്രിക്കയിൽ ക്രിസ്ത്യൻ ബർണാണ്ടാണ്. ആ ക്രിസ്ത്യൻ ബർണാണ്ട് മരിച്ചത് എങ്ങനെയാണ്? അറ്റക്കായിട്ടല്ലേ മരിച്ചത്, ക്യാൻസർ ആയിട്ടല്ലോ മരിച്ചത്. അപ്പോൾ ഒരാൾക്കൊരു കഴിവുമില്ല, അള്ളാഹു തല കൊടുത്ത കഴിവ് മാത്രം. എന്നാൽ അള്ളാഹു തല എനിക്കും നിങ്ങൾക്കും നൽകുന്ന കഴിവല്ല. നിങ്ങളുടെ സ്ഥാപനത്തിൽ പാർട്ട് ടൈം തൊഴിലാളി ഇല്ലേ, ഫുൾ ടൈം തൊഴിലാളി ഇല്ലേ, ഓവർ ടൈം തൊഴിലാളി ഇല്ലേ? 3 പേർക്കും നിങ്ങൾ ഒരേ ശമ്പളം കൊടുക്കാറുണ്ടോ? അവർക്ക് ആ വ്യത്യാസമുള്ള സൗകര്യല്ലേ കൊടുക്കുക? എന്നാൽ ഞാനും നിങ്ങളും അള്ളാഹുവിന് തെറ്റുകുറ്റങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്നു. ഇത്രയും കഴിവ് നൽകിയെങ്കിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ അരിഫീങ്ങൾ അള്ളാഹു തലക്ക് ധാരാളം ശ്വാസങ്ങൾ ഉച്ഛസിക്കുന്നതും നിശ്വസിക്കുന്നതും അല്ലാഹ് ആ ചിന്തയല്ലാതെ മറ്റൊന്നുമില്ല. അവർക്ക് അള്ളാഹു തആല വേറെ കഴിവ് കൊടുക്കൂലേ? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പം സംശയം ചോദിക്കാണ്ട് ചോദിക്കുക, എനിക്ക് സംശയത്തോട് വലിയ ഇഷ്ടമാണ്. ഇല്ല, അപ്പം എനിക്ക് റാഹത്തായി എന്ന് പറയാം. അപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ സുന്നത്ത് ജമാഅത്ത് എനിക്ക് കുറേ പറയാനുണ്ട്, അത് പക്ഷേ സമയക്കുറവുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. അള്ളാഹു അല്ലാത്ത ഒരൊറ്റ ഇലാഹിനെയും ആരാധിക്കൂല, അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കൂല, അള്ളാഹുവിനോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കൂ. പക്ഷേ അള്ളാഹു തആല ഉമ്മക്കൊരു സ്നേഹം കൊടുത്തിട്ടുണ്ട്. ആ സ്നേഹം ഉമ്മയോട് ചോദിക്കും. അള്ളാഹു തആല ഡോക്ടർക്ക് ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ആയതുകൊണ്ട് ഡോക്ടറോട് പറയും, ഡോക്ടറെ എൻ്റെ രോഗം ശിഫയാക്കണമെന്ന് പറയും. അതേ സ്ഥാനത്ത് ഡോക്ടർക്ക് ാനം സ്വന്തമായി കഴിവുണ്ടെന്ന് വിശ്വസിച്ച് പോയാൽ ഇസ്ലാമെന്ന് പുറത്തു പോയി. അല്ലാഹു തആല ബദരീങ്ങളെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട്. ആ ബദരീങ്ങൾക്ക് സാധാ മനുഷ്യർക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ കഴിവ് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് ചോദിക്കും. അത് ബദരീങ്ങൾ അല്ലാഹു കൊടുത്ത കഴിവേ ചോദിക്കൂ, അല്ലാഹുവിനെ ഒഴിവാക്കി ഒരാളോടും ചോദിക്കൂല.